2026 UDFന്റെ പ്രതീക്ഷ തകർന്നു സംശയിക്കേണ്ടിയിരിക്കുന്നു. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ആവേശം ഉൾക്കൊണ്ട് അധികാരത്തിലേക്ക് ഇനി അധിക നാളില്ല എന്നൊക്കെ വീമ്പിളക്കി നടന്ന കോൺഗ്രസ് ഇപ്പോൾ നെട്ടോട്ടം ഓടുകയാണ്. കോൺഗ്രസിനകത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് സുഗമമായ അന്തരീക്ഷത്തിലേക്ക് പോയില്ലെങ്കിൽ തങ്ങളുടെ വഴി തേടുമെന്ന് പാണക്കാട് നിന്ന് അറിയിപ്പ് ലഭിച്ചിരിക്കുകയാണ്. ഇത് കോൺഗ്രസിന് വലിയ ഒരു നടുക്കടലിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. പലപ്പോഴും കോൺഗ്രസിനകത്തെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് ലീഗാണ്. ഇവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ അത് ഹൈക്കമാൻഡിനെ അറിയിക്കുന്നത് പോലും ലീഗാണ്. ലീഗ് എന്തെങ്കിലും പറഞ്ഞാൽ അത് ഹൈക്കമാൻഡ് മുഖവിലേക്ക് എടുക്കുകയും ചെയ്യും. കാരണം UDFനകത്ത് നിൽക്കുന്ന പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. അവരുടെ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പോലും അവരുടെ ഏരിയകളിൽ, അതായത് ഉത്തര കേരളത്തിൽ മലബാർ സൈഡില് കോൺഗ്രസുകാർ യഥാർത്ഥത്തിൽ രക്ഷപ്പെടുന്നത് ലീഗിന്റെ കാരുണ്യം കൊണ്ടാണ്. അപ്പോൾ ആ അവസരത്തിൽ ഇത്തരത്തിൽ കോൺഗ്രസിനകത്ത് അന്തഛിദ്രം ഉണ്ടായിക്കഴിഞ്ഞാൽ 2026 ഭരണം കിട്ടാത്ത സാഹചര്യത്തിലേക്ക് നീങ്ങുമ്പോൾ അതിന്റെ പ്രധാന ഉത്തരവാദി കോൺഗ്രസ് തന്നെ ആകും എന്നാണ് ലീഗ് പരസ്യമായി തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിലമ്പൂരാണ്. നിലമ്പൂരിൽ നമ്മൾ കണ്ടു, നിലമ്പൂരിലെ വിജയത്തിന് പിന്നിൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, മുസ്ലിം ലീഗാണ്, കുഞ്ഞാലിക്കുട്ടിയുമാണ്. കുഞ്ഞാലിക്കുട്ടി ആ മണ്ഡലത്തിൽ 40 ദിവസം താമസിച്ചുകൊണ്ട് സകല വീടുകളിലും കയറി ഇറങ്ങി പ്രവർത്തിച്ചു എന്നാണ്. എന്തിനു വേണ്ടി? നിലമ്പൂരിൽ നിന്നുണ്ടാക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിൽ ഒരു UDF തരംഗത്തിലേക്ക് പോകണം. ആ തരംഗം വ്യാപിച്ചു കഴിയുമ്പോൾ അത് വീണ്ടും അധികാരത്തിലെത്താനുള്ള വഴി തുറക്കും എന്നാണ് മനസ്സിലാക്കിയത്. കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ഇതിനു മുമ്പ് ഒരിക്കൽ ലീഗ് ഇടപെട്ടു. അതായത് പുതുപ്പള്ളിയിലും അതുപോലെയുള്ള ഇടങ്ങളിലും ഒക്കെ കോൺഗ്രസിന്റെ ഒരു തരംഗം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അധികാരത്തിലേക്ക് ഇനിയും എത്തും എന്നുള്ള ഒരു പ്രതീക്ഷ കോൺഗ്രസിൽ ഉണ്ടായി കഴിഞ്ഞപ്പോൾ പലരും മുഖ്യമന്ത്രി കുപ്പായം ധരിച്ചിറങ്ങി. മുഖ്യമന്ത്രിയെ ചൊല്ലി കലഹം വരെ ഉണ്ടാകാൻ തുടങ്ങി. അത് ലീഗാണ് ഹൈക്കമാൻഡിനെ വിവരം ധരിപ്പിച്ചത്. ഈ പ്രശ്നം വഷളാകും, അധികാരം കിട്ടാതെ പോകുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്ന് പറഞ്ഞത്. ഹൈക്കമാൻഡിന്റെ ഒരു മുന്നറിയിപ്പ് ഇവർക്ക് ലഭിച്ചത് കൊണ്ടാണ് അന്ന് അവിടെ വെച്ച് അവർ നിർത്തി. രമേശ് ചെന്നിത്തലയാണോ, VD സതീശനാണോ, K സുധാകരനാണോ, ഇനി ഇതൊന്നും അല്ലാതെ KC വേണുഗോപാലാണോ എന്നുള്ള കാര്യത്തിൽ അതൊന്ന് ശാന്തമായി കഴിഞ്ഞു. അത് ശാന്തമായി കഴിഞ്ഞപ്പോഴാണ് കോൺഗ്രസിനകത്ത് മറ്റൊരു മുടിയനായ പുത്രൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിയ ആ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് തന്നെ നാണക്കേടുണ്ടാക്കിയ പ്രശ്നങ്ങളാണ് ഇങ്ങോട്ട് വന്നത്. അത് വളരെ ഭംഗിയായിട്ട് ഒതുക്കി തീർക്കണം എന്ന് ലീഗ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ലീഗിനകത്ത് ഇതേ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് നമ്മൾ ഓർക്കണം. ഐസ്ക്രീം പാർലർ കേസ് കുഞ്ഞാലിക്കുട്ടിക്ക് നേരെയുള്ളത്, അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കുറ്റിപ്പുറത്ത് നിന്ന് കുഞ്ഞാലിക്കുട്ടി പരാജയപ്പെട്ടു. KT ജലീൽ അങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ ഉദയം കുറിച്ചത്. അത് KT ജലീലിനോട് തീർത്താൽ തീരാത്ത പകയുമായി മുസ്ലിം ലീഗിന്, പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടിക്കും എവിടെയും വെച്ച് പകരം വീട്ടുക എന്നുള്ള രീതിയിലായി മാറി എന്നുള്ളതാണ്. പക്ഷേ ലീഗ് അതെല്ലാം തിരുത്തി മുമ്പോട്ട് പോയി. ലീഗിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവർക്ക് പരസ്പര വിശ്വാസം ഉണ്ട്, വിഭാഗീയതയില്ല. അവർക്കൊരു കേഡർ സ്വഭാവം തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. അവർക്ക് കൊടുക്കുന്ന സീറ്റുകൾ പോയി 27 സീറ്റ് കൊടുത്തതിൽ 19 സീറ്റും അവരുടെ കൈവശമുണ്ട്. ഇനിയും അവര് ഒരു UDF തരംഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന മുഴുവൻ സീറ്റും അവർക്ക് പിടിച്ചെടുക്കാൻ കഴിയും. എന്തിന്? ഇപ്പോൾ കോൺഗ്രസിലെ ചില പ്രധാനപ്പെട്ട നേതാക്കന്മാര് പോലും കോൺഗ്രസിനകത്തെ പാരയും പാലം വലിയും ഭയന്ന്
ഈ ലീഗിന്റെ കോട്ടയിൽ പോയി മത്സരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. കാരണം അവിടെയാണെങ്കിൽ അത് വളരെ സുരക്ഷിതമായിരിക്കും, ആരും പാലം വലിക്കില്ലല്ലോ. കെ മുരളീധരനും അങ്ങനെയാണ് കാണുന്നത്. ഗുരുവായൂർ മണ്ഡലം കെ മുരളീധരൻ നോക്കുന്നുണ്ട്. എന്തുകൊണ്ട്? അത് ലീഗിന്റെ സീറ്റാണ്, ലീഗിന് ആധിപത്യമുള്ള മണ്ഡലമാണ്. ഗുരുവായൂർ എന്ന് കേൾക്കുമ്പോൾ അവിടെ മുസ്ലിം അല്ലാതെ ഉള്ള ഒരാളെന്ന് പറയുന്നത് കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ മുസ്ലിം ലീഗിന്റെ ഒരു കോട്ടയാണ്. അവിടെ സുരേഷ് ഗോപി 2ാം സ്ഥാനത്താണ് എത്തിയത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ സുരക്ഷിതമാണ് എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവായ കെ മുരളീധരൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തില് ഈ കോൺഗ്രസിനകത്തുള്ള പാലം വലിയും പാരവയ്പും കാരണം വലിയ നാശത്തിലേക്ക് പോകാനുള്ള ഇടം ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് അന്ത്യശാസനം തന്നെ കൊടുത്തിരിക്കുകയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വളരെ കെട്ടുറപ്പോടുകൂടി കാര്യങ്ങളിലേക്ക് എത്തിച്ചെല്ലണം, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ നാശം ഉണ്ടാകും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇതുവരെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് പോലെ തന്നെ മികച്ച ഫലം വരികയും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആവേശം കൂട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റണം എന്നുമാണ് ലീഗ് അവിടെ ആവശ്യപ്പെടുന്നത്. അപ്പൊ ലീഗിന്റെ ഈ വാക്കുകൾ കോൺഗ്രസ് മുഖവിലേക്ക് എടുത്തില്ലെന്നുണ്ടെങ്കിൽ വലിയ പതറിച്ച തന്നെ അടിപ്പതറും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ലീഗ് അത്തരത്തിൽ അന്ത്യശാസനം കൊടുക്കുന്നത് അപൂർവമാണ്. കാരണം ഇത് ലീഗിന്റെ കൂടി അഭിമാന പ്രശ്നമാണ്. കാരണം ഇനി ഒരിക്കൽ കൂടി, കാരണം LDFന്റെ ഭാഗത്ത് അതിശക്തമായിട്ട് തുടർഭരണത്തിന് വേണ്ടി മുറവിളി കൂട്ടുകയും തുടർഭരണത്തിന് വേണ്ടി തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മെനയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വളരെ തന്ത്രപൂർവം തന്നെ നീങ്ങിയില്ലെന്നുണ്ടെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ലീഗ് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ ലീഗിന്റെ വോട്ട് പോലും ഭിന്നിപ്പിക്കാൻ പിണറായി ശ്രമം നടത്തുന്നുണ്ട്. മുസ്ലിം വിഭാഗം മുഴുവൻ തന്നെ, അത് തീവ്ര മുസ്ലിം വിഭാഗവും ഒക്കെ ലീഗിന്റെ കുടക്കീഴിൽ അണിനിരന്നിരിക്കുകയാണ്. ജമായത്ത് ഇസ്ലാമി, വെൽഫെയർ പാർട്ടി, SDPI, അതുപോലെ പോപ്പുലർ ഫ്രണ്ടിന്റെ അവശേഷിക്കുന്ന കാര്യങ്ങള്, ഇവരെല്ലാവരും ലീഗിന്റെ കുടക്കീഴിലാണിപ്പോൾ. ഇത് മുഴുവൻ UDFന്റെ ഒരു വിജയത്തിലേക്ക് പോകാൻ കഴിയുമെന്നാണ് ലീഗ് മനസ്സിലാക്കുന്നത്. പാലക്കാട് SDPIയുടെ വലിയ പിന്തുണയല്ലായിരുന്നോ UDFന് ഉണ്ടായിരുന്നത്? UDFന്റെ വിജയത്തിൽ ആദ്യ ആഹ്ലാദ പ്രകടനവുമായിട്ട് രംഗത്തെത്തിയത് ആര്? SDPI ആണ്. ചേലക്കരയിൽ പോലും അവിടെ LDF വിജയിച്ചുവെങ്കിൽ അവിടെ ഭൂരിപക്ഷം കുറഞ്ഞില്ലേ? 40,000-ൽ നിന്ന ഭൂരിപക്ഷം എവിടെ എത്തി? 10,000-ൽ ഒതുങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ അത് UDFന്റെ ഒരു നേട്ടം തന്നെയാണ്. അപ്പോൾ അവിടെ ഭൂരിപക്ഷം LDFന്റെ കോട്ടയിൽ അവരുടെ ഭൂരിപക്ഷം കുറയ്ക്കാനും സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പൊതുവെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം ഒരു തരംഗമുണ്ടാക്കിയെടുക്കുകയും അതിന്റെ ബലത്തിൽ മുമ്പോട്ട് പോവുകയും ചെയ്തപ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടത്. അത് ഉടൻ പരിഹരിച്ച് ഒറ്റക്കെട്ടായി നീങ്ങണം എന്നാണ് ലീഗിന്റെ അന്ത്യശാസനം. ഇത് അനുസരിച്ചാൽ UDFന് രക്ഷപ്പെടാം, ഇല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും പ്രതിപക്ഷ നിരയിൽ തന്നെ.